ഇസ്ലാമിനെ മനഃപൂർവ്വം ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും മനഃപൂർവ്വം പാലക്കാട് ജില്ലയുടെ അപ്പുറത്ത് അവിടെങ്ങാണ്ട് ഒരു ആന ചത്തു. അതിന് കേന്ദ്രമന്ത്രി പറയുന്നത് മലപ്പുറത്ത് ചത്തു എന്നാണ്, മലപ്പുറത്തുകാർ കൊന്നു എന്നാണ്. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഏതിനും മുസ്ലിംകളെ കുറ്റപ്പെടുത്തിയിട്ട് 16-ാം തീയതി മരിക്കേണ്ട ആ പെണ്ണ് ഇതുവരെ മരിച്ചിട്ടില്ലല്ലോ അല്ലേ? നമ്മളെ പത്രങ്ങളൊക്കെ ഇങ്ങനെ തൂക്ക് കയറ് ഒരു ഭാഗത്തും ആ പെണ്ണിന്റെ കഴുത്ത് ഒരു ഭാഗത്തും വെച്ച് ഫോട്ടോ കൊടുത്തല്ലോ അല്ലേ? കഴിഞ്ഞ 16-ാം തീയതിയാണ് തൂക്കിലേറ്റേണ്ടത്. അൽഹംദുലില്ലാ, ആ 16 മുതൽക്ക് ഇങ്ങോട്ട് ഇന്ന് 10-ാം തീയതിയിലെ ഇപ്പൊ 26 ദിവസം ഒക്കെ ആയുസ് കിട്ടിയോ കിട്ടിയില്ലേ? അത് കാന്തപുരസ്താദ് ഇടപെട്ടിട്ട് തന്നെ കിട്ടിയതാണ്. ബാക്കി നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് മൂപ്പര് ഇടപെട്ടിട്ട് കിട്ടിയതാണ്. പക്ഷെ അത് ഇടപെട്ടതൊരു മുസ്ലിമായി, അതും ഒരു പണ്ഡിതനായി, അതൊരു സുന്നി പണ്ഡിതനുമായി. അപ്പൊ പിന്നെ എല്ലാവർക്കും പറ്റാതെയായി. അസുഖമൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടുകയാണ് അല്ലേ? ഈ അസുഖക്കാർക്കും വെള്ളാപ്പള്ളിക്കും ഒക്കെ ഒരു ഗുളിക കൊടുത്താൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ ആ സൗന്ദര്യം, ഇസ്ലാമിന്റെ ആ സന്തോഷം, അത് എത്രത്തോളം പഠിപ്പിച്ചിട്ടുണ്ട്? നമ്മുടെ നിത്യജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാറ്റിലും അത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊന്നും പഠിക്കുന്നില്ല, നമ്മളെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുന്നില്ല. നമ്മളൊരു വീട്ടിൽ ഒരാളെ കാണാൻ വേണ്ടി പോവാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചാൽ, ബെല്ലടിച്ച് കാത്തു നിൽക്കാൻ ഒഴിവില്ല. അപ്പോഴേക്ക് നമ്മൾ 2ാമത്തെ ബെല്ലടിക്കും, അപ്പൊ തന്നെ 3ാമത്തത് അടിക്കും, അപ്പൊ തന്നെ 4ാമത്തെ അടിക്കും അല്ലേ? അടിച്ചുകൊണ്ടിരിക്കും നമ്മൾ. അവിടെ നമ്മളെ കൂലിക്ക് ആളെ ഏൽപ്പിച്ച പോലെ നമ്മൾ കൈ തൊടുമ്പോഴൊക്കെ ആള് വരണം, അല്ലെങ്കിൽ നമ്മൾ ഉടനെ 2ാമത്തത് അടിച്ചു. സ്വാഭാവികമായിട്ടും ഒരു വീടല്ലേ, ആ വീട്ടിൻ്റെ അകത്ത് ഏതെല്ലാം സൈസുള്ള കാര്യങ്ങളുണ്ടാകും അല്ലേ? ചിലപ്പോൾ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവും, ചിലപ്പോൾ ഒരു വീട്ടിനകത്ത് പല ജോലികളും ഉണ്ടാകും, ചിലപ്പോൾ നിസ്കരിക്കായിരിക്കും, ചിലപ്പം അയാൾ വാഷ്റൂമിലായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാകും. നമ്മളിത് ബെല്ലടിച്ചുമ്പോഴേക്ക് ആള് വരണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ അല്ലേ? നമ്മളെന്താ ചെയ്യുക? അടിച്ച് ആളെ കണ്ടി അപ്പം തന്നെ 2ാമത് എടുക്കും, അപ്പം തന്നെ 3ാമത് എടുക്കും അല്ലേ? നാളെ ഒരു വീട്ടിൽ ചെന്ന് ആരോ ബെല്ലടിച്ചു, ആരും വന്നില്ല, അപ്പൊ 2ാമത് അടിച്ചു, 3ാമത് അടിച്ചു, 4ാമതൊരാള് ബെല്ലിൽ ഇങ്ങനെ അമർത്തി അവിടെ പിടിച്ചു, ക്രീന്ന് പറഞ്ഞിട്ട് ബെല്ല്. അപ്പോൾ ഒരു ചെറിയ കുട്ടി വാതിൽ തുറന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. ചെറിയ കുട്ടി വാതിൽ തുറന്ന് ഇങ്ങനെ നോക്കി. അപ്പോൾ ഈ ബെല്ലടിച്ച ആൾക്ക് ദേഷ്യം പിടിച്ചു. ഈ ഏറൊക്കെ എറിഞ്ഞിട്ട് കണ്ണിയാങ്ങിയാ വീണതെന്ന് ചോദിച്ചു. അല്ലാഹു റബ്ബി, ഞാനും ഇങ്ങനെ തങ്ങൾ പാപ്പാനെ കാണാനായിട്ടൊരു ഉഷാറ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ, അല്ലാഹു ആഫിയത്ത് തരട്ടെ. എന്നാ വരുന്നോ അല്ലാ. അതേ സമയത്ത് ഈ ബെല്ലടിച്ച ആള് അപ്പുറം ഒന്ന് ആലോചിക്കണല്ലോ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ വീട്ടിലേക്ക് ഒരാളെ വിളിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് പോയി ഒരാളെ വിളിച്ചു, അയാൾ വിളി കേൾക്കുന്നില്ലെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കുന്ന സമയം കഴിഞ്ഞിട്ടേ നബി തങ്ങൾ 2ാമത് വിളിക്കുള്ളൂ. കണ്ടോ നിങ്ങൾ? ഇസ്ലാമിൻ്റെ ഒരു പെരുമാറ്റ ശാസ്ത്രം, അഖ്ലാഖുദ്ദീൻ, പെരുമാറ്റ ശാസ്ത്രം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പിണക്കമില്ലാതിരിക്കാൻ, ഒരാൾക്കൊരു അസ്വാരസ്യമില്ലാതിരിക്കാൻ, ഒരാളെ മനസ്സിന് നമ്മളെ കൊണ്ടൊരു പൊറുതികേടില്ലാതിരിക്കാൻ എപ്പോഴും എങ്ങനെ നീങ്ങണം? നബി തങ്ങൾ ഒരാളെ വിളിച്ചാൽ അയാളെ വീട്ടിൽ അയാൾ ഒരു 4 റക്അത്ത് നിസ്കരിക്കുന്ന സമയം കഴിയാതെ 2ാമത് വിളിക്കൂല. കണ്ടോ? നമ്മുടെ വീട്ടിൻ്റെ എഞ്ചിനീയർ ഇതിൻ്റെ സംഗതികളൊക്കെ റെഡിയാക്കിയ സമയത്ത് വീട്ടിലെന്തുണ്ട്? 1 സിറ്റ് ഔട്ട്, 2 ബെഡ്റൂം, 3 ഡൈനിങ് ഹാള്. ഇങ്ങനെ ആ വീട്ടിൽ കുറേ സംഗതി ഇല്ലേ? എന്താണ് സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ? സിറ്റ് ഔട്ട് എവിടെ? കിച്ചണില? പിന്നെ ഇവിടെ
വീടിന്റെ സിറ്റ് ഔട്ട് നമ്മൾ കയറി ചെല്ലുന്ന മുഖത്താണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ട് അതിനൊന്ന് അർത്ഥം പറഞ്ഞു നോക്കുകയാണെങ്കിൽ പുറത്ത് വിശ്രമിക്കുക. അത് ആരോടാ പറഞ്ഞത്? അകത്തുള്ളവരോടൊക്കെ പുറത്തിറങ്ങിയിരിക്കാനാണ്. വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ അദ്ദേഹത്തോട് പറയാം സിറ്റ് ഔട്ട്, പുറത്ത് കുറച്ച് വിശ്രമിക്കുക. ഒരു ബെല്ലടിച്ച് അറിയിക്കുക, ഞാൻ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, അവിടെ ഇരിക്കുക. അവിടെ ഒരു 2-3 ചെയറും ഒരു ഫാനും ഒരു ചെറിയ ലൈറ്റും ഒക്കെ ഉണ്ട്. അത് ഇടാനും ആ ഫാൻ ഓൺ ചെയ്തിട്ട് അവിടെ ഇരിക്കാനും ആരെയും സമ്മതം വാങ്ങേണ്ടതില്ല. അത് എല്ലാവർക്കും വേണ്ടി വെച്ചതാണ്. ഒരു ബെല്ലടിച്ച് അവിടെ ഇരിക്കുക. സിറ്റ് ഔട്ട്, സിറ്റ് ഔട്ട്, പുറത്ത് വിശ്രമിക്കുക. അകത്ത് അത്യാവശ്യം കഴിഞ്ഞാൽ വിവരം കിട്ടും, എന്നിട്ട് കയറിയാൽ മതിയല്ലോ. ഇത് ഒരു ബെല്ലടിച്ച് അപ്പം തന്നെ 2ാമത്തെ അടിച്ച്, അപ്പം തന്നെ 3ാമത്തെ അടിച്ച്, അപ്പം തന്നെ 4ാമത്തെ അടിച്ച് ആ വീട്ടിൽ കൊച്ചുകുട്ടി ഉറങ്ങുന്നുണ്ടാകും. ആ കുട്ടി ഒരു രോഗിയായിരിക്കുന്ന ആൾ അതിനേക്കാൾ വിഷമിക്കുന്നുണ്ടാകും. ആ വീട്ടിലുള്ള ഒരു പെണ്ണ് അവൾ കുട്ടിയെ കുളിപ്പിക്കായിരിക്കും. ആ വീട്ടിലുള്ള ഒരു പിതാവ് അയാൾ നിസ്കരിക്കായിരിക്കും. ഏതെല്ലാം വിഷയമുണ്ടാകും ഒരു വീട്ടിൻ്റെ അകത്ത്. അവിടെ ഇസ്ലാമിൻ്റെ ഒരു പെരുമാറ്റ ശാസ്ത്രം, നമ്മളൊക്കെ ഇസ്ലാമിൽ പഠിക്കേണ്ടത് അതിൻ്റെ ഇത്തരം സൗന്ദര്യപരമായിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. വെറും നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും മാത്രമാണ് ഇസ്ലാമിൽ ഇരുന്നാൽ പറ്റുമോ? അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ. നിത്യജീവിതത്തിൽ ഇസ്ലാമിൻ്റെ ഒരുപാട് സന്തോഷങ്ങളുണ്ട്. തൊട്ടതിനൊക്കെ പ്രതിഫലം കിട്ടുന്നതാണ് ഇസ്ലാം. അപ്പോൾ ആ സിറ്റ് ഔട്ട്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുക. എന്നാൽ പോലും പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്തേക്കാണ് കയറാൻ പറ്റൂല. എന്തുകൊണ്ട്? എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മകൻ്റെ ഭാര്യയുണ്ട്. അവർ 2 പെണ്ണുങ്ങളാണ് അവിടെ വീട്ടിലുള്ളത്. മകൻ കോളേജിൽ ജോലിയായിട്ട് അവിടെയാണ്, ഞാനും അവിടെ ഇല്ല. ഈ 2 പെണ്ണുങ്ങൾ മാത്രമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? വീട്ടിലെ ചെറിയ കുട്ടി, മകൻ്റെ ചെറിയ കുട്ടി, ആ ചെറിയ കുഞ്ഞിനെ കാലിൻ്റെ തുടയിൽ കിടത്തിയിട്ട് ഈ വസ്ത്രമൊക്കെ കുറച്ച് മേലോട്ട് കയറ്റിപ്പിടിച്ചിട്ട് ചിലപ്പോൾ കുട്ടിക്ക് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ടാവും അല്ലേ? അപ്പം ഞാൻ ഒരു മുന്നറിയിപ്പില്ലാതെ അകത്തേക്കാണ് കയറി ചെന്നാൽ എൻ്റെ വീട്ടിലെ മകളോ മരുമകളോ ആണെങ്കിൽ പോലും വാപ്പാക്ക് കാണാൻ പാടില്ലാത്ത ഭാഗം കാണാൻ പാടുണ്ടോ? ഉണ്ടോ? അപ്പം അതുകൊണ്ട് നമ്മളെ വീട്ടിലൊരു സൗകര്യമുണ്ട്, സിറ്റ് ഔട്ട്, പുറത്ത് കുറച്ച് വിശ്രമിക്കാം. വാപ്പ വന്ന വിവരമൊക്കെ അറിയിച്ചിട്ട് വാതിൽ തുറക്കും, എന്നിട്ട് കയറിയാൽ മതി. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്ര പോയി. യാത്ര കഴിഞ്ഞ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് ആ വിവരം കിട്ടിയ ഉടനെ ഒരാൾ പറഞ്ഞു, ഇപ്പൊ പോയിക്കോ, റസൂലുള്ള വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടല്ലേ നമുക്ക് ഇപ്പൊ പോയാൽ വേഗം കാണും. ഒരാൾ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ കുറച്ച് വിശ്രമമൊക്കെ വേണ്ടി വരൂലേ? ഒന്ന് വാഷ്റൂമിൽ പോകേണ്ടി വരും, ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ആക്കേണ്ടി വരും, ഇങ്ങനെ കുറേ ആവശ്യങ്ങളുണ്ടാവും. അതിനൊന്നും കാത്തു നിൽക്കാതെ നബിതങ്ങൾ വന്നു എന്ന് കേട്ടപ്പോൾ വേഗം പോയി ഒരാൾ. അദ്ദേഹം റസൂലുള്ളാഹിന്റെ വീട്ടിൽ പോയിട്ട് വിളിച്ചപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് വന്നില്ല. സാധാരണ റസൂലുള്ള ഒരാൾ വിളിച്ചാൽ വേഗം വരും, വന്നില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ കാത്തിരുന്നിട്ട് അയാള് എന്താ റസൂലുള്ള വരാത്തത്? അദ്ദേഹം വീട്ടിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ലല്ലോ അന്നത്തെ വീടുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ പള്ളിക്ക് വേണ്ടി സ്ഥലം വാങ്ങിയിട്ട് അവിടെ ആദ്യം പള്ളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? മദീനത്തെ ഫസ്റ്റിലെ പള്ളി 70 മുഴം നീളത്തിലും 70 മുഴം വീതിയിലും, അതാണ് ആദ്യത്തെ പള്ളി. ഇസ്ലാം സ്വഹാബാക്കൾ അധികരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറയുടെ 7-ാം വർഷം, ഇതുണ്ടാക്കുന്നത് ഹിജറയുടെ 1-ാം വർഷം തന്നെയാണ്. ഹിജറയുടെ 1-ാം വർഷം ചെന്ന ഉടനെ തന്നെയാണ് മദീനത്തെ പള്ളി 70 മുഴം നീളത്തിലും 70 മുഴം വീതിയിലും, അതാണ് ആദ്യത്തെ പള്ളി. ആ പള്ളി ഹിജറയുടെ 7-ാം വർഷം ആളുകൾ വർദ്ധിച്ചപ്പോൾ പിന്നെ ഒന്നുകൂടി വിശാലമാക്കി. അത് വീണ്ടും ഒരു 70 മുഴമായി, വീണ്ടും ഒരു 70 മുഴം. ആ 70 മുഴം വരെ നീട്ടിയതാണ് ഇപ്പം മസ്ജിദുൻ നബവിയിൽ ചെന്നാൽ ഹദ്ദു മസ്ജിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പില്ലർ ഇങ്ങനെ ഒന്നായിട്ട് കാണാം. ഇതുവരെയാണ് റസൂലുള്ളാഹിന്റെ ആദ്യത്തെ പള്ളി എന്ന്. ആ 70 മുഴം വീതിയിലും നീളത്തിലുള്ള ആ പള്ളിക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ ചെരു,
ആ ചെരുവിലിങ്ങനെ ഈത്തപ്പനയുടെ ഓലങ്ങനെ ചെരിച്ച് കെട്ടിയിട്ട്, ഈത്തപ്പനയുടെ ഓലങ്ങനെ കെട്ടിയിട്ട് അതിനകത്ത് ഇത് ആയിഷ ബീവിക്ക് താമസിക്കാനുള്ള വീട്, ഇത് സൗദ ബീവിക്ക് താമസിക്കാനുള്ള വീട്, ഇത് ഉമ്മു സലമ ബീവിക്ക് താമസിക്കാനുള്ള വീട്. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പള്ളിന്റെ ഇറക്കൽ തന്നെ ഇങ്ങനെ താമസിക്കുന്നത്. ഒരു സ്വഹാബി പോയിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചു. നബി തങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടും വരുന്നില്ല. വരാത്തപ്പോൾ അദ്ദേഹം ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന വീടാണല്ലോ, ആ വീട്ടിന്റെ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു അത്യത്ഭുതം കാണുകയാണ്. എന്താണ് കാണുന്നത്? വീട്ടിന്റെ അകത്ത് 3 ചെറിയ കുട്ടികളുണ്ട്. ഒന്ന് ഫാത്തിമ ബീവിയുടെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, മറ്റൊന്ന് സൈനബ് റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിന്റെ മൂത്ത മോള് സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ അതിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടി, 3 കുട്ടികളാണ് അവിടെ, ചെറിയ 3 മക്കൾ. ആ ചെറിയ 3 മക്കൾക്കിടയിൽ റസൂലുള്ള യാത്ര കഴിഞ്ഞ് പോയതല്ലേ, കുറച്ച് ദിവസത്തെ യാത്ര കഴിഞ്ഞ് വരികയാണ് റസൂലുള്ള. അപ്പൊ ഉപ്പാപ്പാനെ, വല്യപ്പാനെ കുട്ടികൾക്ക് കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഉപ്പാപ്പ വന്ന ആ സന്തോഷത്തിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളെ കളിപ്പിക്കുകയാണ്. ആ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? നബി തങ്ങൾ ഇങ്ങനെ സുജൂദില്, നമ്മൾ സുജൂദിൽ കിടക്കണ മാതിരി 2 മുട്ടുംകാല് കുത്തിയിട്ട് 2 കൈ ഇങ്ങനെ നിലത്ത് കുത്തിയിട്ട് റസൂലുള്ള ഇങ്ങനെ നിലത്ത് കൈ കുത്തിയിട്ട് സുജൂദിൽ നിൽക്കുന്നത് പോലെ നിൽക്കുക. 2 കുട്ടികൾ റസൂലുള്ളാഹിന്റെ മുതുകിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഒരു മോട്ടോർ സൈക്കിൾമ കയറുന്ന പോലെ, 2 വീലർമ കയറുന്ന പോലെ 2 കുട്ടികൾ റസൂലുള്ളാഹിന്റെ മുതുകിൽ കയറി ഇരുന്നിട്ട് 3ാമത്തെ കുട്ടിയും കൂടി ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. ഓർത്തു നോക്കൂ നിങ്ങൾ, ഹബീബുന മുഹമ്മദ് മുസ്തഫ ഒരു ഉപ്പാപ്പ എന്ന നിലക്ക്, ഒരു വല്യപ്പ എന്ന നിലക്ക് ആരാണ് റസൂലുള്ളാഹി തങ്ങൾ? സയ്യിദുന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം മുഴുവൻ മലക്കുകൾക്കും നേതാവ് മുഹമ്മദ് മുസ്തഫ. ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള എല്ലാ അമ്പിയാക്കൾക്കും നേതാവ് മുഹമ്മദ് മുസ്തഫ. എല്ലാ ഔലിയാക്കൾക്കും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോടൊപ്പം കാണിക്കുന്ന കാരുണ്യം, കുട്ടികൾക്കൊപ്പം നിന്നുകൊണ്ട് ചെയ്യുന്ന വാത്സല്യം, കുട്ടികൾക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ബുദ്ധിക്കനുസരിച്ച്, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച്, അവരുടെ ഒരു മാനസികാവസ്ഥക്കനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്ന ആ ഒരു സൗന്ദര്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഒന്ന് ഓർത്തു നോക്കൂ. ഇസ്ലാം അതിൻ്റെ അഖ്ലാഖുദ്ദീൻ, പെരുമാറ്റ ശാസ്ത്രമുണ്ട്. ഇസ്ലാമിൻ്റെ ഒരു പെരുമാറ്റ ശാസ്ത്രമുണ്ട്. അതറിഞ്ഞില്ല, അത് പഠിച്ചില്ല എന്നത് നമുക്കുള്ള ഒരു വലിയ വീഴ്ചയാണ്.